ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് എന്നാണ് എൻ്റെ തോന്നൽ. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്, വേറെ ഒന്നുകൊണ്ടല്ല, കുറേ ഇഷ്യൂസുമായിട്ട് ഇങ്ങനെ തിരക്കായിരുന്നു. ഒരു വീഡിയോ എടുത്തിട്ട് അത് ഇടണം എന്ന് വിചാരിച്ചിരുന്നത് ഡിലീറ്റ് ആക്കി കളക്ടർ സിറ്റുവേഷൻ വന്നു, അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം, പക്ഷെ സ്കൂളിൽ പോകണ്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയാൻ. എനിക്ക് ത്രോട്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ജലദോഷം തുടങ്ങുന്നതിൻ്റെ ഒരു ആരവം. പക്ഷെ നോക്കിയിരുന്നാൽ നടക്കില്ല, പരീക്ഷ ഉണ്ട് നാളെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വേഗം വെള്ളമൊക്കെ തേച്ച് റെഡിയായിപ്പോട്ടെ. ഔട്ട്ഫിറ്റ് സെലക്ഷൻ ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന ഒരു മേഖലയാണ് ഓക്കെ ഇന്ന് ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളൊരു കാര്യം. അത് കുറേ പേർക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ, കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം ഇന്ന് ഏത് ഡ്രസ്സ് ഇടും എന്ന് വേണം നമുക്ക് നോക്കാൻ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ചൂട് കയറുന്ന ഒരു ദിവസമാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ എണീറ്റിട്ടും വലിയ തണുപ്പൊന്നുമില്ല. ഈ വീട്ടിലുള്ളൊരു തണുപ്പുണ്ടല്ലോ, ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലൊരു തണുപ്പുണ്ട്, മരം കൊണ്ടുണ്ടാക്കിയ വീടായതുകൊണ്ട്. അപ്പോൾ ഇനി എൻ്റെ വാർഡ്രോബ് കംപ്ലീറ്റ് കുളമായിട്ടായിട്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഇനി എനിക്ക് സെലക്ട് ചെയ്യണം. ഞാൻ ഏതെങ്കിലും ഒരു ഉടുപ്പ് തപ്പിക്കൂട്ടി എടുക്കട്ടെ കൊണ്ടുപോകാൻ ഇടാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പോൾ റെഡിയാകാൻ വേണ്ടി വന്നിരിക്കുക. ഇവിടെ തന്നെ ഒരു ടോട്ടൽ മെസ്സാണല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിട്ടേക്കാണ്ടോ ഞാൻ. കുട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു മാറ്റം വരും. ഇതിപ്പോൾ എന്തോ പോലെയല്ല ഇരിക്കുന്നത്. എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് ത്രോട്ടിന് നല്ല ഇഷ്യൂ. ഇരിക്കാനും പറ്റില്ല, ചുമ്മാ ഇരിക്കാനും പറ്റില്ല. ചുമ്മാ ഇരുന്ന് തുപ്പലിറക്കുമ്പോഴും അതും പ്രശ്നം, എല്ലാം കൊണ്ടും പ്രശ്നമായിട്ടിരിക്കും. അപ്പം അങ്ങനെ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കേസസേ. പണ്ട് നാട്ടിലായിരുന്നപ്പോൾ എന്ത് സുഖമായിരുന്നു എന്നറിയൂ. കാരണം സ്കൂളിൽ പോകാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് അരമണ വിശക്കുണ്ട്, പക്ഷെ ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, അതിനൊന്നും നേരമില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ല. കടയിൽ പോകേണ്ട വരും മിക്കവാറും. കടയിൽ പോയ വല്ല ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. ലിപ്പ് ആദ്യം നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ലിപ്പ് ലൈൻ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു കളർ. എനിക്ക് ക്യാമറയിൽ കുറച്ച് കളർ ലൈറ്റായിട്ടാണ്. ഞാൻ തുടച്ചു കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്ത കാര്യം തന്നെ ഇച്ചിരി കൂടുതലാണ്. ഇത് ലിപ്പ് ലൈനർ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന് മുകളിൽ ലിപ്സ്റ്റിക്ക് ഇടണം. ലിപ്പ് ലൈനർ ഇപ്പോൾ നിങ്ങൾ ലിപ്പ് ലൈനർ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ച് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഞാനിങ്ങനെ ചെയ്യും, കാരണം ഇല്ലെങ്കിൽ എനിക്കെന്തോ മാച്ചാവാത്ത പോലെ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. എന്നിട്ട് ഇത് ആ സെയിം ഷെയ്ഡ് വരുന്ന തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ്, കുറച്ചൊരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അത് കാര്യം തന്നെ അത്രേ ഉള്ളൂ. ഇത് നമ്മൾ യൂസ് ചെയ്യും. കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം കാണാമല്ലോ അല്ലേ. ഞാനപ്പം ഈ ഒരു ഒരു മിനിറ്റ് ഞാൻ ടൂവിലിടാം. ടൂവിലിട്ടപ്പോൾ കുറച്ചുകൂടെ വിസിബിലിറ്റി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് തീരെ സമയമില്ല. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു എന്തായിരുന്നു പറയുക, ഇപ്പം പേര് മറന്ന ഒരു മെസ്സേജ് അയക്കാൻ പോയതാ, പേരും മറന്നു. ഈ കോപ്പ് ഈ സാധനം നമുക്ക് തലയെ കെട്ടിയിട്ട് ഇന്ന് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് പോകണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓൾ ഈ കൈ ഇങ്ങനെ അല്ലാട്ടോ ഇരിക്കുന്നത്, ഇപ്പം അങ്ങനെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. ഓർ ഞാൻ ഇവിടെ ഇത് സ്റ്റൈൽ ചെയ്തിട്ട് പോകണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെ ഒത്തിരി സ്റ്റൈലൊന്നും കാണിച്ചപ്പോൾ ഇവിടുത്തെ സ്കൂളിലൊന്നും പോകാറില്ല കേട്ടോ. നാട്ടിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ കിട്ടുന്ന സ്റ്റൈലൊക്കെ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാം മീസ്. മറ്റേ പെയിൻറ്റ് പണിക്ക് വേണം ആൾക്കാരെ പോലെ ഉണ്ട് നാട്ടിൽ. കുഴപ്പമില്ല, പക്ഷെ ഇതെങ്ങനെ കണ്ടല്ല സ്റ്റൈൽ ചെയ്യുന്നത്. കറക്റ്റ് ഒരു രീതി ഉണ്ട് ഇതിന് സ്റ്റൈൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ബന്ധാന, അതാണ് എൻ്റെ പേര്. കൈ കോപ്പ് ഇങ്ങനെയല്ല ഇരിക്കണേ. ഞാൻ കൈ വെക്കുമ്പോൾ കീറി പോകണം. പക്ഷെ ഇത് ഇവിടെ ഇട്ടിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നാം. അതല്ലാണ്ട് മോൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണൊന്ന് അടിയിലും കൂടെ വരച്ചു കൊടുക്കും. കാരണം കണ്ണ് മുകളിൽ മാത്രം എഴുതിയിട്ട് എനിക്കൊരു സമാധാനമില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് അടിയിലൂടെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ.
കുറച്ചുകൂടി ഒരു ഭംഗിയില്ലേ? ഈ കണ്ണല്ല കുറച്ചുകൂടി നല്ലത് ഇതിനേക്കാളും? കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കാണുവാണെങ്കിൽ. അല്ലേ? സോ അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ബന്ധാന എടുത്ത് തലയിൽ തന്നെ കെട്ടി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇട്ടു, എന്തോ പേര് പറയും, ഞാൻ എനിക്ക് മറവി കിട്ടും, ഞാൻ എല്ലാം മറന്നു പോവാം, ഓരോ സാധനത്തിൻ്റെ പേരുൾപ്പെടെ എല്ലാം. വേഗം പോട്ടെ, ഇപ്പം തന്നെ വണ്ടി വരും. ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന വഴിക്ക്, ഞാൻ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല, തിരിച്ചു വന്ന വഴിക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടോ, ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചേ. അങ്ങനെ ജോലി കഴിഞ്ഞ് അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് പോവാണ്. ഞാൻ കഴിക്കാനായിട്ട് പുഡിങ് ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താ കറക്റ്റ് പേരെന്ന് എനിക്കറിയത്തില്ല, പുഡിങ് ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോയി നടക്കാനുള്ള ദൂരം ഒന്നും കാര്യം പറഞ്ഞാൽ, പക്ഷെ നല്ല വെയിലുണ്ട്, കരിഞ്ഞിട്ട് പോവും. അതുപോലെ വെയിലും, നല്ല തലവേദന എടുക്കുന്നുണ്ട്, കാരണം ഞാൻ രാവിലെ മുതൽ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ രാവിലെ കെട്ടിക്കൊണ്ട് ബന്ധാനയൊക്കെ പടിയിലായിട്ടോ. ഇനി പോട്ടെ, ഇനി നമുക്ക് പോയിട്ട് പഠിക്കാനുണ്ട്, ഇന്ന് നൈറ്റ് കംപ്ലീറ്റ് ഒന്ന് പഠിക്കണം, പോയിട്ട് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് നല്ല തലവേദന ഉണ്ട്. ഇപ്പോൾ 8:30 ആവാറായി. ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം എവിടെ ഇരിക്കുന്നു. ഞാൻ അങ്ങനെ റൂമിൽ വെച്ച് ഒത്തിരി ഫുഡ് കഴിക്കുന്ന ആളല്ല, പക്ഷെ എനിക്കൊന്ന് വയ്യായിരുന്നു, ഒട്ടും വയ്യായിരുന്നു, നല്ല തലവേദന ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, രാവിലെ പോലും ഒന്നും കഴിച്ചില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, അപ്പം അതിൻ്റെ തലവേദന ഉണ്ടാവും. ഇപ്പം ഇതെല്ലാം തികട്ടി പിന്നെ വരിക. അപ്പം ഇനി മേക്കപ്പൊക്കെ പോയി കഴുകിക്കളഞ്ഞ് പഠിക്കാൻ വേണ്ടി ഇരിക്കണം. ഇനി ഒരു കോഫി ആദ്യം സെറ്റ് ചെയ്ത് കുടിക്കട്ടെ, അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പഠിക്കാനിരിക്കാം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ കിടന്ന് ഉറങ്ങിയോണ്ട്, അല്ല 1.5 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, സുഖമുണ്ട്. എന്നിട്ട് നമുക്ക് പഠിച്ചിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാം, അല്ലെങ്കിൽ ഉറങ്ങണ്ട. രാവിലെ ഇട്ടുകൊണ്ട് പോയ മേക്കപ്പൊക്കെ രാത്രി കളഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്യുക ഇപ്പം എൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമാട്ടോ. എനിക്കിഷ്ടം ഇപ്പം ഈ ഒരു പരിപാടി ചെയ്യാൻ. എത്ര നാളത് ഉണ്ടാവും എന്നറിയില്ല, വിൻ്റർ ആകുമ്പോഴത്തേക്കും മാറും, കാരണം ഈ തണുപ്പത്താരെല്ലാം ടോയ്ലറ്റ് വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. ഇവിടെ ചൂടായതുകൊണ്ട് ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല, ഓക്കെ ആണ് കേട്ടോ. സോ ഇറ്റ്സ് നൈറ്റ് സ്കിൻ കെയർ ടൈം ഗായ്സ്. ആക്ച്വലി ഇപ്പം ഞാൻ മുഖമൊക്കെ കഴുകി വന്നിരിക്കണം. രാത്രി ഞാൻ എൻ്റെ വൈറ്റമിൻ സിൻ്റെ ഇതിപ്പോൾ കറൻ്റ്ലി ഇപ്പം ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ്, ഒരു 3-4 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. തീരാറായിട്ടോ, ബോട്ടിൽ തീരാറായി, ഇനി ഒരു 3 പ്രാവശ്യം കൂടെ എടുക്കുമ്പോൾ തീരും. ഓക്കെ, അപ്പം ഇത് ഞാൻ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ മുഖത്ത് തേക്കും, അല്ലെങ്കിൽ മുഖത്തിടും, മുഖത്തല്ല കയ്യിൽ കഴുകിക്കളും, കണ്ണിലൊക്കെ നന്നായിട്ട് തേക്കുക, കാരണം എനിക്കറിയാം. So after vitamin C we need to putting Dot & Clean ഈ സാധനം കണ്ടില്ലേ, അതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് പഠിക്കാതിരുന്ന സ്ഥലം ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. നല്ല രസം കാണാൻ നേരിട്ട്, പക്ഷേ അന്നേരം അവിടെ ഇരുന്നപ്പോൾ ഒരു ഇഷ്ടം തോന്നില്ല, പക്ഷേ കുഴപ്പമില്ല, കൊള്ളാം. അപ്പം Lebenskrisen എന്ന് പറയുന്നത്, Lebenskrisen sind schwierige Lebensphasen, die durch Veränderungen und Herausforderungen gekennzeichnet sind, die das psychische und soziale Wohlbefinden beeinträchtigen können. Und Beispiele പറയുകയാണെന്നുണ്ടെങ്കിൽ Pflegebedürftigkeit eines Elternteil, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Auswirkungen ചെയ്യുന്നത് emotionale Belastungen wie zum Beispiel Trauer, ja. Und andere Lebenskrisen എന്ന് പറയുമ്പോഴത്തേക്കും Trennung oder Scheidung, Verlust von einer Angehörigen, അല്ലെങ്കിൽ Veränderung, Arbeitslosigkeit oder etwas. Und Pflegebedürftigkeit, എന്തായിരുന്നു? Warum ist es für die Betroffene oft eine Pflegebedürftigkeit? Pflegebedürftigkeit kann als Lebenskrisen empfunden werden, da sie oft mit dem Verlust von Selbstständigkeit, Identität und soziale Kontakten einhergeht.
Okay, Fliegerberuflichkeit kann als Lebenskrisen empfunden werden, da sie oft mit dem Verlust von Selbstständigkeit, Identität und sozialen Kontakte einhergeht. Jo. ഗൈസ് ഇപ്പോൾ ഓൾറെഡി ഒരു 11 മണിയാവാറായി, ഇനി ഒരു 7 മിനിറ്റോടെ കഴിഞ്ഞാൽ 11 മണിയാവും. ആൻഡ് ഇതുവരെ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, വലിയതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എൻ്റെ ഇടയ്ക്ക് കുറേ പിള്ളേർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ചെയ്യുമായിരുന്നു. ഞാനും ലുക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിലോരോ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ അരിയനൊന്നും കിടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിലങ്ങനെ കുറച്ച് നേരം അങ്ങനെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടെ തുടങ്ങണം. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ഇതുണ്ട് കേട്ടോ, പ്രിങ്കിൾസിന് വരെയുള്ള പ്രിങ്കിൾസ് എടുത്തില്ല ഞാൻ. സർഫ് എന്ന് പറഞ്ഞ ഈ ഒരു ചിപ്സ് ലൈക്ക് സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല, പ്രിങ്കിൾസ് പോലെ തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഒരു പുഡിംഗ് ബ്രെഡുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ട് വന്ന് വാങ്ങിച്ചില്ലേ, അതുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കണം, അങ്ങനെ ഇരിക്കണം, പഠിക്കണം. അപ്പം ഞാൻ ബാക്കി തുടങ്ങട്ടെ കേട്ടോ. പഠിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഒന്നാമത്തെ ഒരു കേസ്, പഠിക്കുന്നത് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഞാൻ ഫോണും ലാപ്ടോപ്പും എല്ലാം കൂടെ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ പറ്റില്ല മര്യാദയ്ക്കായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന കാണിക്കുന്നില്ല, ഇടയ്ക്ക് വല്ല ബ്രേക്കും വരുമ്പം കാണാം. ഐ തോട്ട് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ്സസ് ആൻഡ് എങ്ങനെയാണ് പഠിക്കാനുള്ളതെന്നുള്ളത്. ഇപ്പം നിലവിൽ എനിക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ പേര് എനിക്കറിയത്തില്ല. ലേബൻസ് ക്രീസൺ അല്ലെങ്കിൽ സോഷ്യലെ നെറ്റ്സ്, അതുപോലെ റോൾ ആൻഡ് കോൺഫ്ലിക്റ്റ് ബൈ ഫ്ലീഗനൻ ആൻഡ് ഗെഹോറിഗൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ലൈക്ക് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ടീച്ചർ നമുക്ക് വേണ്ടി തന്ന ഓർഡിനറാണ്. ഓർഡിനറിൻ്റെ അകത്തുള്ള PDF ആയിരുന്നു. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തു എന്നുള്ളൂ. അതൊന്നുമില്ല, ഇവരൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ്ലിംഗ് സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. In einer Familie fliegt die Tochter Anna ihrer an Alzheimer erkrankte Mutter, während ihr Bruder Michael in einer anderen Stadt lebt und nur sporadisch zu Besuchen kommt. വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ നമുക്ക്. Anna hat die Rolle der Hauptpflegekraft übernommen und ist verantwortlich für die tägliche Betreuung, die Medikamentengabe und die Organisation von Arztterminen. Gleichzeitig sieht sie sich in der Rolle der Tochter, die emotional für ihre Mutter da sein möchte. Michael hingegen sieht sich als Unterstützer, der zwar helfen will, der aber aufgrund seiner beruflichen Verpflichtungen oft abwesend ist. Eines Tages kommt es zu Spannungen, als Anna von Michael erwartet, dass er mehr Verantwortung übernimmt, während Michael sich in seiner Rolle als Unterstützer überfordert fühlt, da er nicht genug Zeit hat, um die Erwartungen zu erfüllen. Diese Rollenkonflikte führen zu Missverständnissen und emotionale Spannungen zwischen den Geschwistern. വായിച്ച് വായിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. erklären Sie die Begriffe Rolle, Rollenkonflikte, Interrollenkonflikte und Rollenüberlastung in eigenen Worten und ergänzen Sie passende Beispiele. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഓരോ റോളുണ്ട്. ഇപ്പം എൻ്റെ റോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സ്റ്റുഡൻ്റാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ റോളൊന്ന് സ്റ്റുഡൻറ്റിനാണ്. സംടൈംസ് ഞാനൊരു ടീച്ചറാണ് പലർക്കും. പിന്നെ ഞാനൊരു ഡോട്ടറാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ റോള് ഡോട്ടർ എന്നുള്ള രീതിയിലാണ്. പിന്നെ എൻ്റെ അനിയന്, എൻ്റെ ഇക്കാക്ക് ഞാൻ പെങ്ങളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ പൊതുവേ 4 റോൾസ് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പല റോൾസ് ഉണ്ടാവും. അപ്പോൾ ആ റോളുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് അപ്പം എന്താ പറയുക, റോളെന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ആൾക്കാർക്ക് ഓരോ റോളുണ്ടാവും. ചിലപ്പോൾ എന്നിൽ നിന്ന് ഓരോരുത്തർ ഓരോ റോളായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നന്ദു എന്നിൽ നിന്ന് നല്ലൊരു ഫ്രണ്ടിനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. എൻ്റെ വീട്ടുകാർ എന്നിൽ നിന്ന് നല്ലൊരു മോളെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലാണ്ട് നല്ലൊരു അമ്മേനെ അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു അമ്മേനെ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഉണ്ടാകുന്ന മക്കളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും ഓരോ റോളിലായിരിക്കും. ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് എന്ത് റോളിലായിരിക്കും, അത് നിങ്ങളാണ് പറയേണ്ടത്. എനിക്ക് അറിയത്തില്ല. മേ ബി ഞാൻ നല്ലൊരു മോട്ടിവേറ്റർ ആയിരിക്കും ചിലർക്ക്, മേ ബി ചിലർക്കൊരു സ്ട്രെസ് ബസ്റ്റർ ആയിരിക്കും, പലർക്കും പല റോളായിരിക്കും.
പലരുടെ ലൈഫിലും പലരും പല റോളിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബൈഷ്പിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഒരു ഹാൻഡ്ലൂം സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. മേ ബി നല്ല ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യനും വരുന്നത്. ഇങ്ങനെ ഒരു ഹാൻഡ്ലൂം സിറ്റുവേഷൻ മൊത്തത്തിൽ കുളവാകും, മലയാളം ജർമ്മൻ ഇംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ആവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹാൻഡ്ലൂം സിറ്റുവേഷൻ തന്നിട്ടായിരിക്കും നമ്മൾക്ക് എക്സാമിന് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഹാൻഡ്ലൂം സിറ്റുവേഷൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ അന്നയുടെ റോൾ എന്താണ്. അപ്പോൾ അന്നയുടെ റോൾ ഇപ്പോൾ ഒരു ഡോക്ടറാണ്, അതുപോലെ ഹൗഫ്ലിക്ക് ക്രാഫ്റ്റാണ് പുള്ളിക്കാരിയുടെ മുട്ടറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ റോളുണ്ട് ആൾക്കാർക്ക് ഉള്ള അവരുടെ റോള്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി നമ്മൾ ആ ഒരു ഹാൻഡ്ലൂം ബൈഷ്പിയിൽ നിന്ന് എഴുതി വയ്ക്കുന്നത്. നമുക്ക് ആ വായിച്ചത് മനസ്സിലായി എന്നുള്ളതും അതുപോലെ എന്താണത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവണം. എന്താണ് റോളെന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെയാണ് അത് പോകുന്നത്. പഠിക്കാൻ ആക്ച്വലി ഈസിയാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് ഈസിയാണ്. പിന്നെ കുറേ വാക്കുകളൊന്നും നമുക്ക് കിട്ടില്ല, അത് മാത്രമാണ് എനിക്ക് പാടായിട്ട് തോന്നുള്ളൂ. കാരണം ഇപ്പോൾ ജർമ്മനിലാണെങ്കിലും അത് ഇംഗ്ലീഷാണല്ലോ കേട്ടോ. നാട്ടിലാണെങ്കിലും നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എല്ലാം നമുക്ക് അറിഞ്ഞിട്ടല്ല പഠിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സബ്ബല്ല, ടോട്ടലി ഞാൻ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഫിസിക്സ് പഠിക്കുവാണെങ്കിലും അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ബയോളജി പഠിക്കുകയാണെങ്കിലും എല്ലാ വാക്കും നമുക്ക് അറിയണമെന്നില്ലല്ലോ. കുറേയൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചു പോകുന്നതുമായിരിക്കുമല്ലോ, എല്ലാം മനസ്സിലാക്കി ആയിരിക്കില്ലല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് തന്നെ എനിക്ക് ജർമ്മനും തോന്നിയിട്ടുള്ളൂ. ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഞാനിന്ന് ബാക്കി പഠിക്കട്ടെ. സോ ഗൈസ്, ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഒരു ടോപ്പിക്ക് കഴിഞ്ഞു, റോള് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഞാൻ പറഞ്ഞു നോക്കാം കേട്ടോ. റോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ റോള് die Gesamtheit der Erwartungen und Verhaltensweise an einer Person, die in einer bestimmten Sozialposition oder Situation geknüpft sind. Intrarollenkonflikte. Eine Intrarollenkonflikte entsteht, wenn innerhalb einer Rolle widersprüchliche Anforderungen gestellt werden. Intrarollenkonflikte. Eine Intrarollenkonflikte tritt auf, wenn die Anforderungen wenn die Anforderungen aus verschiedenen Rollen einer Person kollidieren. Okay, Rollenumkehr. Eine Rollenumkehr beschreibt die Situation, in der die bisherigen Rollenverteilungen innerhalb einer Beziehung umgekehrt werden. Rollenüberlastung entsteht, wenn eine Person aufgrund zu vieler Anforderungen und Erwartungen an ihre verschiedenen Rollen überfordert ist. ഓക്കെ, സംഭവം മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ബ്രേക്ക് എടുക്കാൻ പോവാണ്. ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എൻ്റെ തലയിലേക്ക് ഒന്നും കയറില്ല. കാരണം കണ്ടിന്യൂസ് പഠിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് എടുക്കണം. സോ ഐ എം ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക്. ഞാൻ ആ കൂടെ എന്തെങ്കിലും മൂവിയോ സംതിങ് എന്തെങ്കിലും കാണും. എനിക്ക് ഫുഡും കഴിക്കാം, അത് കഴിഞ്ഞ് കാണാം. അങ്ങനെ ഈ ഒരു സർഫ് കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാനത് കഴിഞ്ഞ് കുറച്ച് നേരോടെ ഇരുന്ന് പഠിച്ചു. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ കിടക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കൂടിപ്പോയ ഒരു 2 മണിക്കൂർ ഉറങ്ങാം. അപ്പോൾ ആ 2 മണിക്കൂർ ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തീർക്കട്ടെ. കാരണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, സ്ലീപ്പ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ഒരു ഉറക്കം കിട്ടി ഞാൻ നാളെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കാണാം.